ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ അതിന് തന്നെ ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. രാവിലെ എണീറ്റ് പാട് നിസ്കാരം കൊടുത്ത് കഴിഞ്ഞ് ചായ ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ്. മരുവെക്കുന്ന ചോറ് വേണ്ടാറില്ല, പിന്നെ മൂക്കാത്തിന് കുറച്ച് ചോറ് വെക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ളതാണ് പിന്നെ വെക്കല്. രാവിലെ കുട്ടികൾക്കുള്ള മാത്രം വെക്കലുള്ളൂ. ചോറ് വെക്കുകയാണെങ്കിൽ രാവിലെ വെക്കും, അല്ലെങ്കിൽ കുട്ടിയെ തലേന്ന് എടുത്ത് വെക്കും. ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലൊന്ന് രാവിലെ തന്നെ ചോറൊക്കെ വെച്ച് ചായ ഉണ്ടാക്കുന്നതാ. പാൽ ചായ, കട്ടൻ ചായയാണ് ഉപ്പാക്ക് ഇഷ്ടം. ഒക്കെ രാവിലെ കട്ടൻ ചായ കുടിക്കും. പിന്നെ കടിക്കുള്ള ചായ പാലായിട്ട് അങ്ങനെ പാർന്ന് കുടിക്കും. അങ്ങനെ ചായ ഉണ്ടാക്കുകയാണ്. ആദ്യം പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരൊക്കെ ഇട്ട് പാൽപ്പൊടിയൊക്കെ ഇട്ട് പാൽപ്പൊടി ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. പാലൊന്നും കൊണ്ടല്ലേ, പാൽപ്പൊടി വേണം ഉപയോഗിക്കല്. പാലൊന്നും കിട്ടാനില്ലല്ലോ. ഇപ്പോൾ പണ്ടൊക്കെ പാലെപ്പോഴും കിട്ടിയിരുന്നു, ഒരു പാലൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ ചായ ഉണ്ടാക്കുന്നുണ്ട്. മരമൊക്കെ ഉച്ചവരെ ക്ലാസ്സുള്ളൂ പറഞ്ഞു. പിന്നെ അവർക്ക് ചോറ് വേണ്ടായിരുന്നു. പിന്നെ മോക്കുള്ളത് മാത്രം ചോറ് വെച്ച് ഞങ്ങൾ കൂട്ടാനുണ്ടാക്കി. അങ്ങനെ ചായ ഉണ്ടാക്കുന്നുണ്ട്. വിരുന്നേരും ഉണ്ട് കേട്ടോ. അന്ന് വിരുന്നേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോള് ഇക്ക പോകാനിരിക്കണില്ല. അപ്പം ഇക്ക പോവല്ലേ വിചാരിച്ചിട്ട് മോളോടൊക്കെ വരുന്നുണ്ട് പറഞ്ഞു. മോളൊന്നും ആരും ഇല്ല വരാൻ, ഉമ്മയും ഓനും തന്നെ ഉള്ളു, വരാറില്ല കേട്ടോ. അമ്മോശ എന്നാൾ പോയല്ലോ, പോണ വീടൊക്കെ എത്തിയിരുന്നു. അങ്ങനെ ഓനോൻ്റെ ഒപ്പം പോയി. ഓനും പോകും. തലേന്ന് പിറ്റേന്നാണ്ട് പോകണത്. ആദ്യം മരുവൻ പോകും, പിറ്റേന്ന് തലേന്ന് ഇക്ക പോകും. അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരു വരുന്നുണ്ടെന്ന് വൈകുന്നേരം വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു. വൈകുന്നേരം അൽഫാമും പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ അവർ പെട്ടെന്ന് തന്നെ വിളിച്ചുകാണ്ട് 9 മണിക്ക് വിളിച്ചുകാണ്ടാണ് 9:30 ഞങ്ങൾ ഇവിടുന്ന് പോയിരുന്നതാണ്. അങ്ങനെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ചായ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അറിഞ്ഞത്. ചായ കുടിക്കുമ്പോഴേ അവർ വിളിച്ചത്. മോള് വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ വരാൻ നിൽക്കുകയാണ്, വൈകുന്നേരം വരാൻ പറ്റൂലായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പണിയൊക്കെ എളുപ്പം കഴിച്ച് ചോറ് ഊറ്റി ചായ എടുക്കുമ്പോൾ പറഞ്ഞത്. ചായ കഴിഞ്ഞേക്കാൻ ഞാൻ കഴിഞ്ഞ് കടയിൽ പോയി സാധനം കൊണ്ടുവരാൻ വിചാരിച്ചിട്ടാണെങ്കിൽ പോക്കറിയാൻ പോവുകയും ചെയ്തിട്ടാണ്. അങ്ങനെ കടയൊക്കെ വിളിച്ചറിഞ്ഞാൽ അവർ സാധനങ്ങളൊക്കെ കൊടുന്നു. കുറച്ച് സാധനം ഇവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ചെറുപയറും കറിയാണ് കേട്ടോ രാവിലെ. ചെറുപയറും കറിയും ദോശയാണ്. അങ്ങനെ ചായ ഉണ്ടാക്കുന്നത്. ദോശ ഞങ്ങൾ ഈ ആട്ടപ്പൊടി ഉണ്ടല്ലോ, ആട്ടപ്പൊടിയും അരിപ്പൊടിയും കൂടി കൂട്ടിയിട്ടാണ് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ ചുടലത്. അല്ലെങ്കിൽ ആട്ടപ്പൊടി കഴിഞ്ഞ് കിട്ടില്ല. ഗോതമ്പപ്പൊടി ഉണ്ടല്ലോ, അത് കുറേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഓരോ കാട്ടിയെങ്കിലും കഴിഞ്ഞ് കിട്ടുമല്ലോ. ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആട്ടപ്പൊടി കൂട്ടിയിട്ടാണ് പത്തിരിക്കായാലും ദോശക്കായാലും നൂൽപുട്ടിനായാലും എല്ലാറ്റും ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ പകുതിച്ചാക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ അങ്ങനെ കഴിഞ്ഞ് ചെയ്തോളല്ലോ. അങ്ങനെ ചപ്പാത്തി ഇട്ടാലും ആർക്കും പറ്റില്ല, വയറിനെന്തോ പോലെ. എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. പൂരിയൊക്കെ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കി, അത് പിന്നെ ഉണ്ടാക്കിയും ചെയ്തിട്ടില്ല. പിന്നെ മടിയാണ് കേട്ടോ. പിന്നെ നേരം വെളുത്തേക്കാണ് വെളിച്ചെണ്ണയല്ല, എണ്ണക്കടികളൊന്നും അധികം ഉപയോഗിക്കലില്ല. എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ രാവിലെ തീരും പറ്റൂലല്ലോ നമുക്ക് വെളിച്ചെണ്ണയിലൊന്നും. അങ്ങനെ മോൾക്ക് ഇത് വെണ്ടക്കയാണ്. വെണ്ടക്ക ഞാൻ ആദ്യം വാട്ടീൻ്റെ ശേഷമാണ് മസാലക്കട്ടൽ, അല്ലെങ്കിൽ അതിന് കൊഴുപ്പ് പോലെയാണ്. അങ്ങനെ അത് നല്ല വാടീൻ്റെ ശേഷം പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അതങ്ങനെ വേവിച്ച് പിന്നെ ഇപ്പം എന്താ പിന്നെ അത് അവർ വിരുന്നേര് പെട്ടെന്ന് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബ്രെഡും കൊടുന്ന്. മൈദ അവിടെ ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നില്ല, പഴം ഉണ്ടായിരുന്നില്ല, മൈദ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടക്കാരൻ വിളിച്ചൊരു കടക്കാരൻ പഴം കൊടുന്നു, ബ്രെഡും പൊരിക്കുക വിചാരിച്ചിരിക്കുകയാണെങ്കിൽ യാത്ര പറച്ചിലാണേനും കേട്ടോ. അവരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു. അപ്പം അങ്ങനെ ഇക്കാക്ക് വിളിച്ചപ്പോൾ ഇക്കാരന് ഞാൻ എന്താ ചെയ്യും, ഞാൻ പോകുന്നില്ല അവിടെ നിന്നും പറഞ്ഞ്. അങ്ങനെ കടക്കാരൻ സാധനം കൊടുന്നു കടയിലേക്ക് വിളിച്ച്. അടുത്ത് കടന്നെ ഉണ്ട് കേട്ടോ. അവർ സാധനങ്ങളൊക്കെ കൊടുന്നു. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കടി ഇതാണല്ലോ, ബ്രെഡും പഴംപൊരി. അവളൊന്നും ഉണ്ടാക്കണ ചാടി കഴിഞ്ഞ് പാട് പൂരാണുമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തോ പോലെ അല്ല, മരുവാനല്ല. അങ്ങനെ രാവിലെ അല്ല, അങ്ങനെ അതുണ്ടാക്കി കടയിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ കടയിൽ നിന്ന് ഫോൺ എടുക്കണേ. നേരെ 8:30 മണിയായിട്ടു, 9 മണിയായിട്ടുള്ളൂ ഇട്ടു. കടയിൽ നിന്ന് ഫോണൊന്നും ആരും എടുത്തും ചെയ്തില്ല. ഓർഡർ ആക്കിയതാണ്, ഞങ്ങൾ മുടക്കുകയും ചെയ്ത്. അല്ല അപ്പോൾ വെറുതെ എന്തിനാ. അങ്ങനെ പിന്നെ ഇതാ പഴം പൊരിച്ച് ബ്രെഡും പൊരിച്ച് അങ്ങനെ ചായയൊക്കെ കൊടുത്ത്. അങ്ങനെ അവർക്ക് പിന്നെ സാധനങ്ങളൊക്കെ എടുക്കാണ്ട് പറഞ്ഞു. നാളെ പോകുമല്ലോ, തലേന്നകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം വരാൻ പറ്റില്ല, വിരുന്നേരമൊക്കെ വരാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞു അവൾ. അങ്ങനെ ഞാൻ കുറേ പറഞ്ഞു വൈകുന്നേരം പോരെ, കുട്ടികളൊക്കെ വരാനുള്ളതല്ലേ. ഇവരും തന്നെ താത്ത വരും നനങ്ങാണ്ട് മോളും തന്നെ
നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞ് അവളും പോയി. മരുവളും തന്നെ ഉച്ചയ്ക്ക് വരാറുണ്ട്. പിന്നെ ഉച്ചൻ്റെ ശേഷം പോരെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവർ രാവിലെ തന്നെ വന്ന് അവരങ്ങനെയാണ് പോവുകയും ചെയ്തിട്ട്. ഇവർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, കാണാൻ പറ്റായിട്ടും താത്ത വന്നിട്ട് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ പറയുന്നതായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ബ്രെഡൊക്കെ പൊരിച്ച് പെട്ടെന്ന് തന്നെ പണി തീർക്കണം. നിൽക്ക പോവുകയാണ്. അപ്പോൾ നിൽക്കാക്ക് തലേന്ന് തന്നെ കറി തോനെ വെച്ചേക്കണമെന്നൊക്കെ പറഞ്ഞു. കുമ്പളങ്ങ കറി വെക്കുമ്പോഴാണോ കറണ്ടാണെങ്കിൽ അതും പോയി. അങ്ങനെ എന്താ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ പെട്ടെന്ന് വിരുന്നേരം അതും അങ്ങനെ ഇതാ പഴം പൊരിച്ച് ബ്രെഡൊക്കെ പൊരിച്ച് അങ്ങനെ വെച്ച്. പിന്നെ അവർ വേറൊന്നും കാണാനില്ല കേട്ടോ. അപ്പം നിൽക്ക ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവൾ വൈകിട്ടാണ് വന്നിക്കണത്, യാത്ര ചെയ്യാൻ പോയതായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ഒരു 11 മണിയൊക്കെ ആയിട്ട് അവൾ വന്നിക്കണം കേട്ടോ. പിന്നെ ഇതാ ബീഫ് വെള്ളിയാഴ്ച ഉണ്ടോ ഈ വീഡിയോ, വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ ആണ്. ബീഫ് ഉണ്ടായിരുന്നു, ബീഫും ലിവറും കൂടി. ചോറ് ഇതാ റൈസ് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. റൈസ് കുക്കറിലാണ് ഞാൻ ചോറ് വെക്കൽ. അടുപ്പത്തേക്കൊന്നും ഈ മഴ അതിന് ശേഷം അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ അത് അവർ വന്ന് അപ്പോൾ തന്നെ ഇക്കയും വന്ന് പിന്നെ പോക്കറിഞ്ഞ് ചില കഴിഞ്ഞാൽ അങ്ങനെ ഇക്കയും വന്ന് അവരും പെട്ടെന്ന് തന്നെ വന്ന്. അവർക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള എടുക്കാണ്ട് പിന്നെ ഡ്രസ്സ് എടുക്കാനുള്ളതും ഓനക്ക് ഭയങ്കര തിരക്കുമായിരുന്നു. എവിടേക്കും പോകാൻ പറ്റണില്ല. സ്നേഹിതന്മാരുടെ വിരുന്നും കാര്യങ്ങളും ടൂറും ഒക്കെ അതൊക്കെ പാടായിട്ട് പാർക്കാൻ വിളിച്ചിട്ട് അതും വന്നിട്ട് ആകെ 2 ദിവസമായിട്ട് പാർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പാർക്കാനൊന്നും ഒഴിവില്ല. ഇപ്പോൾ അത് അവിടെ കെട്ടിപ്പിട്ടൊക്കെ നടക്കുന്നുണ്ട്. മക്കൾ വരുമ്പോൾ അങ്ങനെയുള്ളല്ലേ, നമുക്ക് ടെൻഷനാണ്. ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോൾ പോകുമല്ലോ വിചാരിച്ചും പോകുമ്പോൾ അതിനെക്കാട്ടും ടെൻഷനാണ്. അങ്ങനെ അത് ഓരോന്നിങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട്. പിന്നെ ഉമ്മയാണ് കേട്ടോ, ഉമ്മയും മരോളും ഒക്കെ പറ്റിയ അമ്മായിമ്മയാണ്. രണ്ടാളും തടിയില്ല, നീളം കൊണ്ടും തടിയില്ലാതെ രണ്ടാളും തടിയില്ല കേട്ടോ. അവൾക്ക് പറ്റിയ ആൾ തന്നെയാണ്. അങ്ങനെ മരുവൻ നേരെ അടുക്കളയിലേക്കൊക്കെയാണ് വരുന്നത്. അങ്ങനത്തെ ചായയൊക്കെ ഉണ്ടാക്കി, പഴംപൊരിയും ചായയാണ്, ബ്രെഡ് പൊരിച്ചത്. വേറെ ബേക്കറിയൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്താൽ പിന്നെ അതവിടെ ബാക്കിയാവില്ല വിചാരിച്ചിട്ട് പൊരിക്കടി എങ്ങനെയും കഴിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അവർ ചായ കഴിഞ്ഞ് അവർ പോയി. പിന്നെ അതാ കുമ്പളങ്ങക്കറിയൊക്കെ വിചാരിച്ച് തേങ്ങയൊക്കെ ചേരണ്ടി വെച്ചിന് ഗ്രൈൻഡർ. അപ്പോൾ ഒരു കരണ്ടി വന്നിട്ടാ. അങ്ങനെ പിന്നെ ചീരക്കറിയൊന്നും വെക്കാൻ വിചാരിച്ചിരുന്നത്, ചീര താളിച്ചിന്. പിന്നെ അങ്ങനെ പുളിങ്കറി കുമ്പളങ്ങക്കറി വെച്ച്. പിന്നെ കയ്പ്പങ്ങ ബ്രഷുമ്മ മറ്റേ ബ്ലേഡും അരിഞ്ഞിട്ട് രസമില്ല, വെറുതെ അങ്ങനെ അരിഞ്ഞത്. ഞാൻ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാതെ അരിഞ്ഞും ചെയ്ത് പെട്ടെന്ന് പണി തീർക്കാൻ വിചാരിച്ച് കണ്ട്. അപ്പോൾ ഒരു രസമില്ല, ഇങ്ങനെ കുഴമ്പ് പോലെ ഒരു ഗ്രേവി പോലെ ആയിട്ടാണ്. ഇവർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അങ്ങനെ അരിഞ്ഞതെന്ന് കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ ഉണ്ടാക്കി. ഇക്കാക്ക് ഇഷ്ടമായിട്ടാ മസാല ഒക്കെ ഇട്ട്. ഞാൻ നല്ലോണം നെരിച്ച് പൊരിക്കാൻ വിചാരിച്ചു. അങ്ങനെ വെട്ടി വെക്കുമ്പോൾ അങ്ങനെ ആകണില്ല. പിന്നെ അങ്ങനെ മസാല മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കരിവേപ്പിൻ്റെ ഇലയും കടകൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതങ്ങനെ അവിടെ വേവുന്നുണ്ട്. ഇറച്ചി അങ്ങനെ വേവുന്നുണ്ട് അവിടെ. ലിവറും ഇതൊക്കെ ഉള്ള മരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലിവർ. പിന്നെ ലിവർ തോനെ വാങ്ങിക്കാണ്ട് ബീഫും കൂടി അങ്ങനെ വാങ്ങി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചീര ഞാൻ ചീര താളിക്കാൻ വിചാരിച്ചായിരുന്നു. അങ്ങനെ ചീര താളിച്ചതായിരുന്നത്, ചീരയും പരിപ്പും കൂടി കറി വെച്ചതായിരുന്നു. പിന്നെയാണ് അതിൻ്റെ ഇടയിൽ കൂടി കരണ്ട് വന്നാൽ പിന്നെ ഏതെങ്കിലും ചേരൻ്റെ വെച്ച തേങ്ങ ഉണ്ടായിരുന്നു. പിന്നെ കുമ്പളങ്ങക്കറി തലേന്ന് ഇവർ പോകുമല്ലേ, പിന്നെ ആരെങ്കിലും വരുമോ വിചാരിച്ച്, മോളും വരുമല്ലോ. അങ്ങനെ തോനെ കറിയൊക്കെ വെക്കാൻ വിചാരിച്ചു. അങ്ങനെ കറി വെച്ചിരുന്നിട്ട് 2 ദിവസത്തിനുണ്ടായിരുന്നു. പിന്നെ അതന്നെയായിരുന്നു. അങ്ങനെ വെച്ചാൽ പിന്നെ നമുക്ക് കറിമൊക്കെ നോക്കണ്ടല്ലോ. പിന്നെ അതങ്ങനെ കൂട്ടി കയ്യോളം സല്ലാജിൽ വെച്ചിട്ടും ചൂടാക്കിയിട്ടും അതങ്ങനെ മുഴുവനായി. 2 ദിവസം പിന്നെ കറിമൊക്കെ നോക്കണ്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ചീരുള്ളിയൊക്കെ അരിഞ്ഞ് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടാണ്ട് ഇതാ തൂമ്പിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഇറച്ചി തൂമ്പിക്കുകയാണ്. ഇറച്ചി ജുമ്മാൻ്റെ സമയം, ജുമ്മ ഉള്ളതല്ലേ. അങ്ങനെ കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാൽ കൊള്ളിയോടക്ക് അങ്ങനെ ഇട്ടതാണ്. പിന്നെ അതൊക്കെ എടുത്ത് വൃത്തിയാക്കി ചെയ്തിട്ട് ഊരാൻ കയ്യിലാണെങ്കിൽ ഫോണാണ് കേട്ടോ. കയ്യിൽ സ്റ്റാൻഡുമ്മ വെച്ചിട്ട് എനിക്കൊരു തൃപ്തി ആകണില്ല വീഡിയോ എടുക്കുമ്പോൾ. കയ്യിലാകുമ്പോൾ പിന്നെ ഒരു സമാധാനം കിട്ടുന്നുണ്ട്. സ്റ്റാൻഡാകുമ്പോൾ പിന്നെ നമ്മൾ മൊത്തം ശരീരം എങ്ങനെ കാണുമല്ലേ, അപ്പോൾ ഒരു മടി തോന്നുക. അതാകുമ്പോൾ പിന്നെ നമുക്ക് ഫുഡല്ലേ കാണുള്ളൂ. അങ്ങനെ കേടന്ന് ശരിയാക്കിയത് കൊണ്ടിട്ട് അപ്പോൾ വലിയ ഉഷാറില്ല സ്റ്റാൻഡ്. എങ്ങനെ ആടിക്കൊണ്ടും ഇങ്ങനെ വീണിക്കാണ്ടൊക്കെ ഫോണൊക്കെ പൊട്ടാനേക്കണം. വീണ് സ്റ്റാൻഡുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതാണ് വീഴുകയാണ്. അങ്ങനെ അനിങ്ങാൻ തന്നെ കൈ തന്നെ തോന്നി. അങ്ങനെ കൈമേ തന്നെ ഫോണ് കയ്യിലും കയ്യിൽ ഫോണും ഒരു കയ്യിൽ വീഡിയോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുമ്പളങ്ങക്കറിയൊക്കെ വെന്ത് ഒക്കെ തൂമ്പിച്ച് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം പിന്നെ രാത്രി പിന്നെ മരുവൻ പോവുമല്ലേ.
മരുവളൊന്ന് ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ അവളിത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവളിത് വരണേ. പിന്നെ ചോറ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിരുന്നിട്ട് അവൾ വന്നൊക്കെ വയ്ക്കാൻ വിചാരിച്ചിട്ട് വിളിക്കലാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എവിടെ എത്തി വെച്ചിട്ട്. അല്ലെങ്കിൽ ഒരു പേടിയാണ്. എടുത്താണ് പറഞ്ഞിട്ട് കാര്യം. അവൾ കോളേജ് വിട്ടാണ്, പക്ഷേ അവൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ അല്ല, എൻ്റെ അടുത്ത് തന്നെയാണ് അവളെ വീടും. പിന്നെ അങ്ങനെ പരിചയപ്പെടാനൊന്നുമില്ല. സ്ഥലങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്, പോണ പയ്യന്നെ. എന്നാലും നമുക്ക് വരുമ്പോൾ ഒരു പേടിയാണ്. എവിടെ എത്തി നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കലാണ്. ബസ് കയറിയാലും കോളേജിൽ എത്തിയാലും ഒന്ന് വിളിക്കും, എത്തിയിട്ട് അവളൊന്നും ഇങ്ങോട്ടൊന്ന് വിളിക്കും, വരുമ്പോൾ ഒന്ന് വിളിക്കും, പെരിക്ക് എത്താൻ നേരത്ത് ഞങ്ങൾ ആണ്ടൊന്ന് വിളിക്കും. അങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എളുപ്പം ചോറൊക്കെ വിളമ്പി വെച്ച് അതൊക്കെ തിന്ന് വൈകുന്നേരമായി. മോളും വന്ന് അങ്ങനെ അവളെ കുളി നിർത്തുക കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇതൊക്കെ തണുത്തിന്നിട്ടാ. മഴ ചാറുന്നുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ വൈകുന്നേരമായ പിന്നെ ചുട്ട പോലെ കിട്ടൂലല്ലോ, രാവിലത്തതല്ലേ. അങ്ങനെ പിന്നെ ഓവനിൽ വെച്ച് അതൊക്കെ ചൂടാക്കി അങ്ങനെ ആ ചൂട് കൊടുക്കുക. അങ്ങനെ പിന്നെ ഇവർക്ക് പിന്നെ കോഫി എന്നിട്ട് മരുവൻ വന്നപ്പോൾ ഉണ്ടാക്കിയിരുന്നത്. അവർക്ക് ചായ ഒന്നും വല്ലാതെ ഇഷ്ടമില്ല. പിന്നെ കോഫിയാണ് ഞാൻ ആരുണ്ടാക്കുക, അല്ലെങ്കിൽ ബൂസ്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ചായ പാൽ ചായ കുടിക്കായൊന്നുമില്ല. അവന് പറ്റാത്ത ആളൊന്നുമല്ല, എന്നാലും അവർക്ക് ഇഷ്ടം കോഫിയാണ്. അപ്പം ഇവർക്കും കുട്ടികൾക്കും എന്നാൽ അതേപോലെ ആവാ വിചാരിച്ചുകൊണ്ട് കുട്ടികൾക്കും കോഫി ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങളിത് ചായ ഒക്കെ കുടിച്ചാണ്, വൈകുന്നേര ചായയാണ്. പിന്നെ അങ്ങനെ ഓവന് ചൂടാക്കിയ പിന്നെ അതേ പൊരിച്ച പോലെ ഉണ്ടാവും കേട്ടോ, ചൂടോടുക്ക. പിന്നെ അങ്ങനെ പിന്നെ ഇനി തണുത്തെന്ന് പറയും വേണ്ട. ഓവനൊക്കെ നല്ല ഉപകാരമാണ് നമ്മൾ വീട്ടിലുണ്ടായാൽ, എപ്പോഴും പിന്നെ ചൂടാക്കാനും. പിന്നെ ഇതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.